ഈ കാർഷിക സംരംഭത്തിലെ വൈവിധ്യത്തിന്റെ സൗന്ദര്യവുമാണ്. കോണിപ്പടികൾ കയറി ചെന്നാൽ ഉടുപ്പി പാചകത്തിലെ വിശിഷ്ട വിഭവമായ ഉരുണ്ട വഴുതിനക്കായകൾ വിളഞ്ഞ കൂട്ടമാണ് ആദ്യം കണ്ണിൽപ്പെടുക. ഓരോ പച്ചക്കറിയും തോട്ടത്തിലെന്ന പോലെ ഓരോ കൂട്ടങ്ങളായി വളർത്തിയിരിക്കുന്നു. പ്ലാവിൽ പടർന്നേറി കായ്ച്ചു നിൽക്കുന്ന പടവലം വൃക്ഷസമൂഹത്തിലെ പരസ്പര സൗഹൃദത്തിന്റെ ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നു. ഗൃഹനാഥന്റെ വൃക്ഷസ്നേഹത്തിനുള്ള പാരിതോഷികം പോലെ കശുമാവ് നിറയെ പൂത്തുലഞ്ഞിരിക്കുകയാണ്. സപ്പോട്ട മരം ഒരു കുട്ട പഴം തന്റെ കൂട്ടുകാരിക്ക് വേണ്ടി പഴുക്കാൻ വച്ചിരിക്കുന്നു. തക്കാളി ചെടികൾക്ക് മണ്ണിൽ തണ്ടൊടിഞ്ഞു വീഴാതെ നിവർന്നു നിൽക്കാൻ ഓരോ ശാഖയിലും ഊന്നുകൊടുത്തിട്ടുണ്ട്. മുടങ്ങാത്ത കരുതലോടെ ഈ സസ്യങ്ങൾക്ക് ശുശ്രൂഷ കിട്ടുന്നുണ്ടെന്ന് ഒറ്റ ഉണക്കില പോലുമില്ലാത്ത ഈ പച്ചപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു. പച്ചക്കറിയോടുള്ള കൃഷി താൽപ്പര്യത്തെ സുരേഷ് തന്റെ കുട്ടിക്കാലവുമായാണ് ബന്ധപ്പെടുത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു റിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്തതാണ്. അതായത് ഫ്ലവേഴ്സ് എല്ലാം എൻ്റെ മിസ്സസ് നോക്കിക്കോട്ടെ, പച്ചക്കറി സെക്ഷൻ, ഫ്രൂട്ട് സെക്ഷനൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങളതിനൊരു ഡിസിഷൻ എടുത്തതാണ്. മാത്രമല്ല ചെറുപ്പം മുതലേ പച്ചക്കറികളോടായിരുന്നു ഞങ്ങളുടെ വീട്ടിലും എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പൂക്കളില്ലാണ്ടല്ല, എന്നാൽ ഇത്രയും മോഡേൺ കോൺസെപ്റ്റിൽ അന്ന് തിങ്ക് ചെയ്യുന്നില്ലായിരുന്നു എൻ്റെ പാരൻസ്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് പച്ചക്കറിയോട് താല്പര്യമാണ്. കുറേ വെണ്ടയും വഴുതനയും പടവലൊക്കെ തൂങ്ങിക്കുന്ന കാണാനും ഇഷ്ടമാണ്. അതുമാത്രമല്ല എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വേണം. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ടെറസിൽ തന്നെ നമുക്ക് പച്ചക്കറിയും ഫ്രൂട്ടിൻ്റെയും ഗാർഡൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുതിർന്നതും ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയതും. പൂവുകൾക്ക് രാസവളവും കീടനാശിനിയും നൽകാറുണ്ടെങ്കിലും പച്ചക്കറി തോട്ടത്തിൽ രാസവസ്തുക്കൾ പ്രയോഗിക്കരുതെന്ന് ഈ കർഷകന് നിർബന്ധമുണ്ട്. ചെറിയ തോതിലുള്ള ഉൽപാദനക്കുറവും കീടശല്യവും ഉണ്ടായാലും കിട്ടുന്ന പച്ചക്കറി ശുദ്ധമാണെന്ന സംതൃപ്തിക്കാണ് ഇവിടെ മുൻഗണന. ശത്രുകീടങ്ങളെ കൊന്നൊടുക്കാതിരിക്കുന്നതിന്റെ ദോഷമെന്ന് ഈ വെള്ളരിക്കായകൾ കണ്ട് നാം പറഞ്ഞേക്കാം. എന്നാൽ കൗതുകമുള്ള ഈ ആകൃതി വിശേഷം ഒരു ഉദ്യാനപാലകന്റെ ജീവിതത്തിലെ രസമുള്ള കാഴ്ച കൂടിയാണ്. രാവിലെയും വൈകിട്ടും സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പച്ചക്കറി കൂട്ടി ഊണ് കേമമാക്കാം എന്നതാണ് ടെറസ് കൃഷിയുടെ ഏറ്റവും വലിയ നേട്ടം. പൊടിയും വെയിലുമേറ്റു വാടാത്ത, വിഷാംശം തൊടാത്ത ആഹാരം നാം ഒന്ന് മനസ്സ് വെച്ചാൽ എത്ര എളുപ്പം കണ്ടെത്താമെന്നതാണ് ഈ ദൃശ്യങ്ങളുടെ ഗുണപാഠം. കറിവേപ്പിലയ്ക്ക് പോലും മറുനാടിനെ ആശ്രയിക്കുന്ന മലയാളി ടെറസിലെ ഈ പച്ചപ്പിനെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യസുരക്ഷാ ഇടപെടലായി മനസ്സിലാക്കിയേ മതിയാകൂ. ഓരോ കായും ഇലകൾക്കും തണ്ടിനും പരിക്കേൽക്കാതെ പറിച്ചെടുക്കുമ്പോൾ ഫലഭാരം കൊണ്ട് കുനിഞ്ഞ ശാഖകൾ ഒരിക്കൽ കൂടി തല നിവർത്തുകയായി വീണ്ടും മുട്ടിട്ട് കായ് വിരിയിക്കാനും യജമാനന്റെ സ്നേഹത്തിന് ഇരട്ടിയായി പ്രതിഫലം നൽകാനും. ഓരോ വ്യക്തിയും സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുന്ന ഇക്കാലത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചെലവിടുന്ന ഈ വൈകുന്നേരം അപൂർവമായ ഒരു സ്നേഹസമാഗമത്തിന്റെ സാധ്യത കാട്ടിത്തരുന്നു. പരിസരത്തെ പച്ചപ്പ് ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് വഴികാട്ടുന്ന അമൂല്യ സന്ദർഭം. വിളവെടുപ്പിന്റെ ക്ഷീണമകറ്റാൻ ഇനി ചെടികൾക്ക് മിസ്റ്റ് ഇറിഗേഷന്റെ നനഞ്ഞ തലോടലേൽക്കാം. ഓരോ പച്ചക്കറി കൂട്ടത്തിനും പ്രത്യേക മിസ്റ്ററുകൾ ഘടിപ്പിച്ച സമഗ്രമായ ജലസേചനമാണ് ഈ ചെടികളെ വേനലിൽ ആരോഗ്യത്തോടെ കാക്കുന്നത്. എറണാകുളം നഗരത്തിലെ മികച്ച ഓർക്കിഡ് കർഷകയായും കൊച്ചിൻ ഫ്ലവർ ഷോയിൽ കൈനിറയെ സമ്മാനം നേടുന്ന വിജയതാരമായുമൊക്കെ വത്സല സുരേഷ് പൂക്കളുടെ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അന്തി മയങ്ങി. പകലിന്റെ പൂമുറ്റത്ത് വിരിഞ്ഞ 1000 പ്രകാശപുഷ്പങ്ങൾ വാടാൻ തുടങ്ങി. ഈ വീട്ടുമുറ്റത്തെ പൂവുകൾ ഇപ്പോഴും ഇതൾ കൂമ്പാൻ ഒരുക്കമല്ല. 1-2 മാസക്കാലം വാടാതിരിക്കുന്ന ഓർക്കിഡിന്റെ പൂങ്കുലകൾ പ്രഭാതത്തിലേതുപോലെ തന്നെ സുന്ദരമായി നിലകൊണ്ടു. ഉടുപ്പി എന്ന കന്നഡ ഗ്രാമത്തിലും ഈ നേരത്ത് ഇതേ മട്ടിലുള്ള തുളസിത്തറകളിൽ അന്തിത്തിരികൾ തെളിയുന്നുണ്ടാകും. ആ ഗ്രാമത്തിൽ വേരുകളുള്ള വിശ്വാസങ്ങളുടെ തുടർച്ചകൾ.
കേരളത്തിലെ മണ്ണും ഭാഷയും സ്വന്തമാക്കിയതിൻ്റെ മലയാളിത്തങ്ങൾ. ഈ കൂടിച്ചേരലിന് മാറ്റുകൂട്ടുന്നതാവട്ടെ തായ്ലൻഡിലും സിംഗപ്പൂരിലും വളർന്ന് ലോകത്തിൻ്റെ വാടാമലരിയായി തീർന്ന ഓർക്കിഡ് എന്ന നറുപുഷ്പങ്ങളും. മാനവികതയുടെ ഭാഗമായ ഈ ചെറിയ കൗതുക വിചാരത്തെ നെഞ്ചേറ്റി ഹരിതഭാരതം യാത്ര തുടരുകയാണ്. ഹരിതഭാരതം കർഷക ഭാരതം ഹരിതഭാരതം കർഷക ഭാരതം സസ്യശ്യാമളം ഹരിതഭാരതം വേദദായകം വന്ദനം ക്ഷീരസാഗരം പുണ്യഭാരതം അഖണ്ഡ ഭാരതം